ഗീതയിലൂടെ ഇന്ന് 17ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനിദ്യോകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യാസനം ചൈവ വാഗ്മയം തപ ഉച്യത്തെ. അനുദ്യോഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യാസനം ചൈവ വാഗ്മയം തപ ഉച്യത്തെ. വാക്കുകളുടെ തപസ്സിനെ കുറിച്ചാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. വാക്കുകൾ ആരെയും ശോഭിപ്പിക്കാതിരിക്കുന്നത് ആകണം, സത്യവും ഹിതകരമായിട്ടുള്ളതുമാകണം. കൂടാതെ വേദശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പഠനവും വാക്കുകളുടെ തപസ്സിനായി ഭഗവാൻ നമ്മെ ഉപദേശിക്കുന്നു. വാക്കുകളുടെ ഈ തപസ് ബോധപരിണാമത്തെ ലക്ഷ്യമാക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വളരെ ലളിതമായി ജീവിതത്തിൽ സ്വീകരിക്കാവുന്ന ഒന്നാണ്. കാരണം നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന ഒന്നാണ് വാക്കുകളുടെ സ്വാധീനം എത്ര വലുതാണെന്ന്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിൽ അത് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. വാക്കുകൾ നമ്മെ തകർത്തിയ അവസരങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, അല്ലേ? എന്നാൽ ഇതേ വാക്കുകൾ തന്നെ രൂപവും ഭാവവും മാറി ആശ്വാസമായും ആനന്ദമായും സ്നേഹമായും നമ്മളിലേക്ക് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാക്കുകളുടെ സ്വാധീന ശക്തി എത്ര വലുതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അനുഭവം കൊണ്ടറിയാം. അതുകൊണ്ട് തന്നെ ഇത് ജീവിതത്തിൽ പരിശീലിപ്പിക്കുവാൻ വളരെ എളുപ്പവുമാണ്. നമുക്ക് ഇന്നു മുതൽ വാക്കുകളുടെ തപസ് ആരംഭിച്ചാലോ? നമ്മുടെ ഓരോ വാക്കും നന്മ നിറഞ്ഞതാകട്ടെ, നമ്മുടെ ഓരോ വാക്കും സത്യസന്ധമാകട്ടെ. അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഓരോ വാക്കും വിവേകപൂർണമാകട്ടെ. എല്ലാവർക്കും സ്നേഹം, നന്ദി. ഓം ഹരേ കൃഷ്ണായ നമഃ.